കണിക്കൊന്നയുടെ വർണ്ണശോഭ ഉണർത്തി ഒരു വിഷു കൂടി പടിവാതിൽക്കിലെത്തി നിൽക്കുകയാണ്. വിഷുവിശേഷങ്ങളുമായി ഇനി കണി കാണും നേരം. കാർഷിക സംസ്കാരത്തിന് പുത്തൻ ഉണർവേകി വീണ്ടും ഒരു വിഷുക്കാലം കൂടി. വിത്തും കൈക്കോട്ടുമെന്ന വിഷുപക്ഷിയുടെ കൊഞ്ചൽ കേട്ടുണരുന്ന മലയാളികളുടെ കാർഷികോത്സവം കൂടിയാണ് വിഷു. മുണ്ടകൻ വയൽക്കരെ മഴനൂലിറങ്ങുമ്പോൾ പിന്നെയും മേടത്തിന്റെ സൂര്യസംക്രമ തേരിൽ പൊന്നണിഞ്ഞെത്തുന്നുവോ മണ്ണിന്റെ വിഷുക്കതിർ എന്ന് കവി പാടിയതുപോലെ മണ്ണിന്റെ മണവുമായി വീണ്ടുമൊരു വിഷുക്കാലം. മഞ്ഞയണിഞ്ഞ കൊന്നമരക്കൊമ്പിലിരുന്ന വിഷുപക്ഷി വിളിച്ചുണർത്തുകയാണ് മലയാണ്മയുടെ മണ്ണിനെ, മനസ്സിനെ, പ്രകൃതിയെ തന്നെയും. മലയാളിക്ക് വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ് വിഷു. അടുത്ത വാർഷിക വിളകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ കാലം. വിഷുവിന് പ്രധാനമായ പൊൻകണിയിൽ വരാനിരിക്കുന്ന ഒരു കൊല്ലത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാണ് ഒരുക്കുന്നത്. നെടുവീർപ്പുകളുടെ ഒരാണ്ട് കഴിഞ്ഞ് പ്രതീക്ഷയുടെ വെളിച്ചവുമായി എത്തുന്ന പുത്തനാണ്ടിന് ഐശ്വര്യമേകാൻ കണിയായി ഒരുക്കുന്നതോ പ്രകൃതിയിലെ വിഭവങ്ങൾ. വിഷുക്കണിയും കൈനീട്ടവും മാത്രമല്ല, കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ആചാരങ്ങൾ ഇഴചേർന്ന് കിടക്കുന്ന ആഘോഷം കൂടിയാണ് മലയാളികൾക്ക് വിഷു. അതിനാൽ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് വിഷുവിന് ഒട്ടേറെ ആചാരങ്ങളും നിലനിന്നിരുന്നു. വിഷുച്ചാലു കീറൽ, വിഷുവിത, കൈക്കോട്ടുചാൽ എന്നിവയാണ് അതിൽ പ്രധാനം. വിഷു ദിവസം പാടത്ത് നടത്തുന്ന ഒരാചാരമാണ് വിഷുച്ചാലു കീറൽ. സാധാരണ വീടിന്റെ മുറ്റത്താണ് കൈക്കോട്ടുചാൽ ചടങ്ങ് നടത്തുക. പ്രാദേശികമായി ആചാരങ്ങളിലും പേരുകളിലും വ്യത്യാസം കണ്ടുവരുന്നുണ്ടെങ്കിലും മലയാളികൾക്ക് വിളവിറക്കലിന്റെ കാർഷികോത്സവമാണ് വിഷു. ഐതിഹ്യ പെരുമകൾ നിറഞ്ഞ കർക്കിടകത്തിലെ ദുർഘടം കഴിഞ്ഞുവരുന്ന മേടസംക്രാന്തിയിലെ വിഷു വരാനിരിക്കുന്ന നല്ല നാളുകളുടെ പ്രതീക്ഷ കൂടിയാണ്. കൾച്ചറൽ ഡെസ്ക്, TCV.